CPM വിമതരുടെ ഉയർച്ച കണ്ണൂരിൽ പാർട്ടിക്ക് വെല്ലുവിളിയാകുമോ? കോട്ട പൊളിയുമോ? കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ട അതാണ് കണ്ണൂർ. ആകെയുള്ള 71 പഞ്ചായത്തുകളിൽ 48 ഭരിക്കുന്നത് ഇടതുപക്ഷം. ജില്ലാ പഞ്ചായത്തിൽ 18 ഡിവിഷനുകളിലും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8 8 നഗരസഭകളിൽ 5 LDF തന്നെയാണ്. ഒറ്റപ്പെട്ട ചില UDF തുരുത്തുകൾ ജില്ലയിലുണ്ട് എന്നതൊഴിച്ചാൽ CPMന്റെ ഉരുക്കുകോട്ട എന്ന് തന്നെ കണ്ണൂരിനെ വിശേഷിപ്പിക്കാം. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ ഇങ്ങനെ 11 നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂരുള്ളത്. മിക്കതും ഇടതുപക്ഷത്തിന്റെ കൈകളിൽ. രാഷ്ട്രീയ കേരളത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയങ്ങളിൽ അന്നും ഇന്നും ഇടം പിടിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെ പ്രചാരണ വാഹനം ആക്രമിച്ച് CPM. ധർമ്മടത്ത് അബ്ദുൾ റഷീദിന് നേരെ കയ്യേറ്റ ശ്രമം. തളിപ്പറമ്പിലും ധർമ്മടത്തും UDF പ്രചാരണത്തിനു നേരെ CPM ആക്രമണം. തളിപ്പറമ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ LED വാഹനം CPM പ്രവർത്തകർ ആക്രമിച്ചു. വാഹനം തടഞ്ഞ ശേഷമായിരുന്നു ആക്രമണം. ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിനെ കയ്യേറ്റം ചെയ്യാനായിരുന്നു CPM ശ്രമം. അഞ്ചരക്കണ്ടി മുഴപ്പാല കൈതപ്രത്ത് വച്ചായിരുന്നു ആക്രമണ ശ്രമം ഉണ്ടായത്. CPM പ്രവർത്തകൻ ലിജുവിന്റെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞ ശേഷമായിരുന്നു കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം. അബ്ദുൾ റഷീദിന്റെ പ്രചാരണ വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടായി. MV ഗോവിന്ദനും പിണറായി വിജയനും അമ്പലപ്പുഴയിൽ നിന്നും ജയിക്കാനാകുമോ എന്ന് വെല്ലുവിളിച്ച് G സുധാകരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും വെല്ലുവിളിച്ച് അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരൻ. അമ്പലപ്പുഴയിൽ മത്സരിച്ച് വിജയിക്കാൻ പിണറായി വിജയനും MV ഗോവിന്ദനും സാധിക്കുമോ എന്ന് G സുധാകരൻ ചോദിച്ചു. കണ്ണൂരിൽ 5 സീറ്റുകൾ CPM നേതാക്കൾക്ക് ജയിക്കാനായി സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. വെല്ലുവിളി കേട്ട് വരേണ്ടതില്ലെന്നും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിവെച്ച സീറ്റാണ് കണ്ണൂരിലേതെന്നും G സുധാകരൻ പരിഹസിച്ചു. CPMന് ആലപ്പുഴയിൽ ഇത്തവണ 3 സീറ്റ് കിട്ടിയാൽ ഭാഗ്യമാണെന്നും ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്ന് വരാമെന്നും അദ്ദേഹം പറഞ്ഞു. തളിപ്പറമ്പിൽ ഗോവിന്ദൻ ഇഫക്റ്റോ ശ്യാമള തരംഗമോ? സർവേ ഫലങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അമ്പലപ്പുഴയേക്കാൾ കേരളത്തിൽ CPMനെ അമ്പരപ്പിച്ച മണ്ഡലമാണ് തളിപ്പറമ്പ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലത്തിൽ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് കണ്ണൂരിൽ പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കി. എതിർപ്പ് പുറത്തു പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടിക്ക് പുറത്തുപോയി. UDF പിന്തുണച്ചതോടെ PK ശ്യാമളയ്ക്കെതിരെ സ്ഥാനാർത്ഥിയായി. എന്താകും തളിപ്പറമ്പിലെ ഫലം? കണ്ണൂരിലെ ഹോട്ട് സീറ്റായി തളിപ്പറമ്പിൽ CPMനെ വെട്ടാൻ മതിയായ ആയുധമാവില്ല TK ഗോവിന്ദൻ എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഇവിടെ PK ശ്യാമളയ്ക്ക് വ്യക്തമായി മേൽക്കൈ എന്ന സർവേ ഫലങ്ങൾ പറയുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 22,000-ലധികം വോട്ടിനാണ് MV ഗോവിന്ദൻ ജയിച്ചത്. കോൺഗ്രസിലെ അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദായിരുന്നു എതിരാളി. TK ഗോവിന്ദന് ശ്യാമളയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും വിജയം എളുപ്പമാവില്ലെന്നാണ് സർവേ പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ UDF അല്ല LDF തന്നെ ചുവപ്പ് മായില്ലെന്നാണ് സർവേ. ജില്ലയിലെ 11 സീറ്റുകളിൽ ഭൂരിപക്ഷത്തിലും ഇടത് ആധിപത്യം തുടരും. 6 മുതൽ 8 സീറ്റ് വരെയാണ് LDFനെ പ്രവചിക്കുന്നത്. UDFന് 3 മുതൽ 5 സീറ്റ് വരെ കിട്ടിയേക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു. NDക്ക് ഇത്തവണയും കണ്ണൂരിൽ സീറ്റ് പ്രതീക്ഷ വേണ്ട. വോട്ട് വിഹിതത്തിൽ LDF ഏറെ മുന്നിലാണ്, 43%. UDFന് 37% വോട്ടാണ് ജില്ലയിൽ പ്രവചിക്കുന്നത്. NDയുടെ വോട്ട് വിഹിതം 13% വരെ എത്തിയേക്കുമെന്നും സർവേ അനുമാനിക്കുന്നു. സ്വതന്ത്രരും മറ്റുള്ളവരും 7% വരെ വോട്ട് നേടിയേക്കാം. മലപ്പുറം UDF തൂത്തുവാരം, തവനൂരിൽ അട്ടിമറിയെന്ന സർവേ റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ UDF തേരോട്ടമെന്ന മെഗാ ഇലക്ഷൻ സർവേകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. 40% വോട്ട് UDF നേടുമെന്നാണ് പ്രവചനം. 34%മാണ് LDFന്റെ വോട്ട് വിഹിതം. NDA 10%-ൽ ഒതുങ്ങുമെന്നും സർവേയിൽ പറയുന്നു. ജില്ലയിൽ UDF 14 മുതൽ 16 വരെ സീറ്റ് നേടിയേക്കാം. LDF 0 മുതൽ 2 സീറ്റ് വരെ നേടിയേക്കാം. ജില്ലയിൽ താനൂരിലാണ് കടുത്ത മത്സരം. ഇവിടെ UDF സ്ഥാനാർത്ഥി PK നവാസിനാണ് മേൽക്കൈ. കടുത്ത മത്സരം നടക്കുന്ന തവനൂരിൽ KT ജലീലിനെതിരെ VS ജോയ് ജയിക്കുമെന്നാണ് പ്രവചനം. കോഴിക്കോട് ജില്ലയിൽ UDF 40% വരെ വോട്ട് നേടിയേക്കുമെന്നാണ് സർവേ. LDF 39% വോട്ടും NDA 14% വോട്ടും നേടിയേക്കാം. LDFന് 6 മുതൽ 8 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പ്രവചനം. ജില്ലയിൽ മുന്നേറ്റം നടത്തുന്ന UDF 5 മുതൽ 7 സീറ്റ് വരെ നേടിയേക്കാം. കടുത്ത മത്സരം നടക്കുന്ന കുറ്റ്യാടിയിൽ UDF സ്ഥാനാർത്ഥിയായ പാറയ്ക്കൽ അബ്ദുള്ളയ്ക്കാണ് നേരിയ മുൻതൂക്കം. ബേപ്പൂരിൽ PV അൻവറിനെതിരെ PA മുഹമ്മദ് റിയാസ് കനത്ത മത്സരമാണ് നേരിടുന്നത്. മണ്ഡലത്തിൽ നേരിയ മുൻതൂക്കം റിയാസിനാണ്. വയനാട് UDF 45% വോട്ട് നേടുമെന്ന് സർവേ. LDF 33% വോട്ടും NDA 16% വോട്ടും നേടിയേക്കുമെന്നാണ് പ്രവചനം. LDF പരമാവധി 1 സീറ്റ് വരെ നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. UDF 2 വരെ സീറ്റുകൾ നേടിയേക്കാം.